കോഴിക്കോടേക്ക് പോകുമ്പോൾ കോഴിക്കോട് ചെറുവണ്ണൂരിലെ ആസിഡ് ആക്രമണം കേസിലെ പ്രതി പ്രശാന്തിന് മുൻ ഭാര്യ പ്രവിഷയോടും മക്കളോടും വൈരാഗ്യമെന്ന് പ്രവിഷയുടെ അമ്മ. ലഹരിക്ക് അടിമയായ പ്രശാന്ത് 7 വർഷം മുമ്പ് മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പ്രവിഷയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അശ്ലീല വീഡിയോ നിർമ്മിച്ച് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അയച്ചു കൊടുത്തതായും അമ്മ ആരോപിക്കുന്നു. തുടർച്ചയായി പ്രശാന്തിന്റെ ഭീഷണിയുണ്ടെന്ന് പരാതി നൽകിയിട്ടും പോലീസ് ഇടപെട്ടിട്ടില്ലെന്നും അമ്മ പ്രതികരിച്ചു. ആസിഡ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രവിഷ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുറച്ചു കാലം മദ്യപിക്കാനുണ്ട് ചികിത്സയൊക്കെ ചെയ്ത് നിർത്തിയിരുന്നു. പിന്നെ 2 പ്രാവശ്യം അങ്ങനെ ചെയ്തതിനെ കൊണ്ട് ഇപ്പം വെറും മാനസിക രോഗികളെ പോലെ ആണ്. മകനെ പെട്രോൾ ഒഴിച്ച് തീയിട്ടിരുന്നു. മൂത്ത മകന പെട്രോൾ ഒഴിച്ച് തീയിട്ടിരുന്നു. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ തട്ടി മാറ്റിയതിനെ കൊണ്ട് രക്ഷപ്പെട്ടതാണ്. സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ഇതാണ് കുടുംബത്തിന്റെ ആക്ഷേപം. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ പ്രതിയും ലഹരിക്കടിമയാണ്. അതാണ് അയാളുടെ നീക്കങ്ങൾ ഇങ്ങനെ തന്നെ, അതാണ് കുടുംബവും ആക്ഷേപിക്കുന്നത്. പക്ഷേ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ആക്ഷേപം, പോലീസിന് പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായില്ല എന്നൊക്കെ കുടുംബം പറയുന്നുണ്ട്. എന്താണ് ഈ കുടുംബം ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദാംശങ്ങൾ? അനീഷ്. സജിത്ത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെയുള്ള ലഹരിയുടെ ഒരു പ്രഭാവം, അല്ലെങ്കിൽ ലഹരി എങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന, ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് നമ്മളിപ്പോൾ ചെറുവണ്ണൂരിൽ നിന്നും കാണുകയും ചെയ്യുന്നത്. 13 വർഷം ഈ പ്രശാന്തിനൊപ്പം ഏറെനാൾ പ്രണയത്തിന് ശേഷം ഇറങ്ങിപ്പോയി, വീട്ടുകാരെയൊക്കെ അവഗണിച്ച് ഇറങ്ങിപ്പോയ ആളായിരുന്നു പ്രവിഷ. അതിനുശേഷം അവരൊരു ജീവിതം തുടങ്ങുന്നു. പിന്നീട് വീട്ടുകാരുമൊക്കെ സഹകരിച്ചു തുടങ്ങുന്നു. 2 മക്കളുണ്ടാവുന്നു. അപ്പോഴേക്കും ലഹരിയുടെ ഒരു നിലയില്ലാ കയത്തിലേക്ക് പ്രശാന്ത് വീഴുന്ന കാഴ്ച. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിരന്തര പീഡനങ്ങളാണ് പ്രവിഷയെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രവിഷയെ മാത്രമല്ല, പ്രവിഷയുടെ കുടുംബത്തിലുള്ള അമ്മയടക്കമുള്ളവരെയും സഹോദരനെയും ഒക്കെ പലപ്പോഴും മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. പ്രവിഷയ്ക്ക് സർക്കാർ ധനസഹായത്തോടെ ഒരു വീട് ലഭിക്കുന്നു. ആ വീട് അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ ജീവിതം ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ഈ ബന്ധം വേർപിരിയാനുള്ള ഒരു നടപടിയിലേക്ക് പ്രവിഷ നടക്കുന്നത്. അത് 2.5 വർഷം മുമ്പാണ്. അതിനു മുമ്പാണ് ഈ മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ചൈൽഡ് ലൈനിൽ പരാതി നൽകാനായി അധ്യാപകൻ ഒരുങ്ങിയപ്പോൾ അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയത്, എന്റെ മകനെയാണ് ഞാൻ പെട്രോൾ ഒഴിച്ചത്, നിങ്ങൾ പരാതി കൊടുത്താൽ മറ്റു കുട്ടികളെ കൂടി പെട്രോൾ ഒഴിക്കുമെന്ന രീതിയിൽ പോലും ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വിവാഹ മോചനത്തിന് ശേഷം ഭാര്യയുടെ ചിത്രങ്ങളും മറ്റ് അശ്ലീല വീഡിയോകളുമായി ചേർത്ത് മോർഫ് ചെയ്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ ഇവരുടെ അശ്ലീല വീഡിയോ എന്ന പേരിൽ അയച്ചു കൊടുക്കുന്നു. വഴി നീളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ ഈ ആസിഡ് ആക്രമണം നടന്നതിന് 2 ദിവസം മുമ്പും സമാനമായ രീതിയിൽ തന്നെ ബൈക്കിലെത്തിയൊരു ആക്രമണ ഭീഷണി മുഴക്കിയിരുന്നു. അന്ന് ആക്രമിക്കാനുള്ള ശ്രമമാണോ ഇയാൾ നടത്തിയതെന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഇതൊക്കെയായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉയരുന്നതും ഗുരുതരമായ ആരോപണങ്ങളാണ്. ഈ യാസറിന്റെ ഭീഷണിയുടെ കാര്യം ഷിബില പരാതി നൽകിയപ്പോൾ നടപടിയെടുക്കാതിരുന്ന പോലീസുകാരെ പോലെ 8 തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട ഗാർഹിക പീഡന കുറ്റങ്ങളടക്കം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയത്. പലപ്പോഴും ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കും, അടുത്ത ദിവസം തന്നെ വിട്ടയക്കും, വീണ്ടും ഭീഷണിയുമായി എത്തും, വീണ്ടും പരാതി നൽകും. ഇങ്ങനെ പലവട്ടമാണ് ഭീഷണിപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ ഇവർ താമസിക്കുന്ന വീടിനടുത്തെത്തി ജനലിന്റെ മുകളിൽ കൂടി ഈ പാരപ്പറ്റിലൂടെയും മറ്റുമൊക്കെ ഇവർ കിടക്കുന്ന ദൃശ്യങ്ങളും മറ്റുമൊക്കെ എടുത്ത് ഇവർക്ക് തന്നെ അയച്ചു കൊടുക്കുന്നു. ഞാൻ നിന്റെ വീട്ടിലെത്തിയിരുന്നു, നിന്റെ ചിത്രങ്ങൾ ഞാൻ വീട്ടിലെത്തിയാണ് പകർത്തിയെന്നടക്കമുള്ള ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഈ പ്രതി മാറുന്നു. വിവാഹബന്ധം ഔദ്യോഗികമായി തന്നെ നിയമപരമായി വേർപ്പെടുത്തിയ ആണ്. പക്ഷേ എന്നിട്ട് പോലും ഇവരുടെ പിന്നാലെ കൂടുന്നു. ഇനിയും ഇയാളുടെ ഒപ്പം ഇറങ്ങിച്ചെല്ലുമെന്ന് പറയുന്നു. പക്ഷേ പരാതി പലവട്ടം നൽകിയിട്ടും നടപടികൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര സ്വൈര്യ വിഹാരം നടത്താൻ ഇത്തരം ലഹരിക്കടിമകളായ അക്രമകാരികൾക്ക് കഴിയുന്നത്. അവർ വീണ്ടും വീണ്ടും ആക്രമങ്ങൾ തുടരുന്നതും. എന്തായാലും നിലവിൽ ഈ പുറത്തും മുഖത്തും ഈ കഴുത്തിനും കണ്ണിനുമൊക്കെ പൊള്ളലേറ്റ അവസ്ഥയിലാണ് ഈ യുവതിയുള്ളത്. ബേൺ ICUവിൽ ആണ്, അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് കഴിയുന്നത്. രാവിലെ ഡോക്ടർമാരും മറ്റും പരിശോധന നടത്തിയ ശേഷം മാത്രമാവും ഈ കുട്ടിയുടെ ആരോഗ്യനില, അല്ലെങ്കിൽ ഈ യുവതിയുടെ ആരോഗ്യനില സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രം ലഭിക്കുക. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഈ പ്രതി ലഹരിക്ക് അടിമയാണ്, നിരന്തരമായി കുടുംബത്തെ ഉപദ്രവിക്കാറുണ്ട്. നേരത്തെയും ഉണ്ടായി മൂത്ത മകന് നേരെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇതടക്കമുള്ള ആരോപണങ്ങൾ ആ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ല എന്ന ആക്ഷേപം കൂടി വരുന്നുണ്ട്. എന്തായാലും കുടുംബത്തിന്റെ ആക്ഷേപമാണ്. യുവതി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്.